ആടുമേയ്ക്കാൻ പോയി, സിറിയയിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ സ്ലീപ്പർ സെല്ലുകളും അതുപോലെ തന്നെ ചർച്ചകളുമൊക്കെയായി ഒരുപാട് പേരിറങ്ങും. പല സ്ഥലത്തുനിന്നും പ്രസ്താവനകളും പുറത്തു വരും. എന്നാൽ പെണ്ണിനു വേണ്ടി മണ്ണ് വിറ്റ കള്ളനെ പിടികൂടിയിട്ടും ആ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത 5000 രൂപയ്ക്ക് ചാരസുന്ദരിക്ക് വിറ്റു എന്ന് പറയുന്ന ആ കള്ളൻ്റെ ഒരു പശ്ചാത്തലവും രാജ്യദ്രോഹിയെക്കുറിച്ച് ആരും പറയുന്നുമില്ല, വാർത്തയും കേൾക്കാനില്ല, അന്തിച്ചർച്ചയുമില്ല, എന്താണ് നടന്നത് എന്നുള്ളതുമില്ല. ഇങ്ങനെ ചെയ്യാമോ, ഇത് രാജ്യമല്ലേ, ഇത് സംസ്ഥാനമല്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല. ആരും നേപ്പാളിലേക്കും ശ്രീലങ്കയിലേക്കും വേറൊരു രാജ്യത്തേക്കും പോവുകയും വേണ്ട. എല്ലാവരും ഇത് കേട്ടപ്പോൾ തന്നെ തൊട്ടടുത്ത കടയിൽ പോയി ഒരു പൂവമ്പഴം വാങ്ങി അങ്ങ് വായിൽ വെച്ച് ചവച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്തിച്ചർച്ചക്കാരുമില്ല. എന്നാൽ ഇബ്രാഹിം സഖാഫി ഉസ്താദ് പറഞ്ഞതിൽ വലിയ അവമതിപ്പും വലിയ മോശത്തരവും വലിയ പ്രശ്നവുമുണ്ട്. അത് ചർച്ച ചെയ്തേ മതിയാവും. അവരുടെ മകൾ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ആ പ്രയോഗിച്ച പ്രയോഗം കേവലം വ്യക്തിപരമാണെന്നും അതേതെങ്കിലും സംഘടനാ വിരുദ്ധമല്ലെന്നും മതവിരുദ്ധമല്ലെന്നും പറഞ്ഞു. എന്നിട്ടും തീരുന്നില്ല. ഒരുമാതിരി മുസ്ലിം സംഘടനകളും ഈ മുസ്ലിം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നവരും എല്ലാം ഇബ്രാഹിം സഖാഫി ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും തീരുന്നില്ല. എന്നാലും രാത്രി ഒന്ന് ചർച്ച ചെയ്തേ പറ്റൂ. ഇപ്പോൾ പുതിയൊരു ഇരയായി കിട്ടിയിരിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നത് അൻസാരി സുഹരി ഉസ്താദിനെയാണ്. പുള്ളിയെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നൊരു സ്ഥലത്തിരുത്തും. എന്നിട്ട് ബാക്കി 5 പേരെയും മറുവശത്തിരുത്തും. എന്നിട്ട് 5 പേരും ഇദ്ദേഹത്തോട് പറയുന്നത് കട്ടുകളാക്കി, നമ്മൾ സാധാരണ ഈ ചായക്കടകളിൽ ഡയമണ്ട് പൊരിച്ച് വിൽക്കുമല്ലോ, ആദ്യം മൈദ മൊത്തം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഡിസൈനിൽ കട്ട് ചെയ്ത് വിൽക്കുന്നത് പോലെ ഓരോരുത്തരും പറയുന്നത് കാച്ചും. പിന്നെ അതുകൂടാതെ ഈ അൻസാരി സുഹരി ഉസ്താദ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പറയുന്നതും ഒക്കെ കാച്ചി രാത്രി വർണ്ണാഭമാക്കണം. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രവുമല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ മകളുടെ പിന്നെ നഫീസത്തുമ്മയുടെ ചേട്ടത്തിയുടെ അനിയത്തിയുടെ എല്ലാവരുടെയും പ്രതികരണം എടുക്കുകയും ചെയ്യും. നഫീസത്തുമ്മയുടെ അനിയത്തി ഇങ്ങനെ പറഞ്ഞു, ഖദീജ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ മറ്റു പലതും വരുമ്പോൾ മൗനമാണ്. അന്തിച്ചർച്ചയ്ക്ക് സ്കോപ്പില്ല. അഴിമതിയെക്കുറിച്ച് മിണ്ടാനില്ല, ചാരപ്രവൃത്തിയെക്കുറിച്ചൊന്നും പറയാനില്ല. കേന്ദ്ര സംഘമോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മണിക്കൂർ ഇടവിട്ട് വരുന്നു എന്ന് പറയുന്ന ബ്രേക്കിങ്ങുകളില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് പറ്റുന്നൊരാളിനെ നോക്കി നമ്മുടെ അൻസാരി ഉസ്താദിനെ വിളിച്ചത്. അദ്ദേഹം നല്ലതുപോലെ കൊടുത്തു, തൃപ്തിയോളം കൊടുത്തു. ഹലോ, അൻസാരി അല്ലേ? അതെ, ഓക്കെ. എന്റെ പേര് ഷഹീദ്. ഞാൻ മാതൃഭൂമിയിലാണല്ലോ. പിന്നെ ഞാൻ വിളിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ഉമ്മ യാത്ര പോയതായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇബ്രാഹിം സഖാഫിയുടെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? അതെ അതെ അതെ. അപ്പൊ അതിപ്പം ചിലൊരു വിവാദമായി അവരെ കുടുംബം വിളിക്കുന്ന ആളെ പേരെന്താ? ഷഹീദ്. ഞാനേ അവരുടെ മകളുണ്ട്, ജസ്റ്റുവിന്റെ ഇബ്രാഹിം അവരുടെ മകളുടെ വിളിച്ച അവിടെ മകളുടെ പേര് ജിഫ്ന എന്ന് പറഞ്ഞ ജിഫ്ന ഇട്ടപ്പോ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറി കണ്ടിരുന്നോ? ഞാൻ കണ്ടു. അത് അവര് പറയുന്നത് കുടുംബത്തെ അവര് പറയുന്നത് ഒരു കാരണം പ്രശ്നങ്ങൾ വളച്ചൊടിക്കപ്പെടുകയാണ്. ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിലും മറ്റേതെങ്കിലും പ്രകടനങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത്. അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അവർക്കുണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് സാമൂഹ്യ വിഷയമാക്കി മാറ്റുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു മാത്രമല്ല ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. 2-3 യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതെ അതെ. ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന്? ആ വിഷയം ചർച്ച ചെയ്യുന്നുള്ളൂ. എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം? എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാ? അല്ല, അതെ, അത് സമയം ഫിക്സ് ചെയ്യണം. നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റിക്കൊടുക്കുകയും രാജ്യത്തിന് തന്നെ ഇല്ലാതാക്കുന്നതിന്റെ അത്ര വലിയ പ്രസക്തി വരുമോ ഈ ചർച്ചക്ക്? അല്ല, അതെന്താ അറിയോ, നമുക്ക് ഓരോ ചർച്ചകളും ഓരോരുത്തരെ ബുദ്ധിമുട്ടാക്കുന്നില്ല. വികാരങ്ങൾ മുഖ്യ നന്നായിട്ട് മനസ്സിലാക്കും. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതൊന്നും താറടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ വിശ്വാസം കുറച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയുടെ ഭാഗമാണ് ഇതൊക്കെ. അതിനേക്കാൾ പ്രസക്തമായ ഒരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇത്തരം ഭീകരന്മാർ ഇവിടെ
പൊതുവെ മുസ്ലിങ്ങൾ മുഴുവനും ഭീകരവാദികളാണ്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഈ വിഷയത്തിൽ നിങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കാൻ താല്പര്യമില്ല? എനിക്ക് ഒരു താല്പര്യമില്ല. മറ്റേ ചർച്ചയ്ക്ക് വിളിച്ചോളാം. ഈ ഭീകരമായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പറയാം. ഓ ശരി ശരി, ഞാൻ പറയാം. ശരി. ഇതാണ് രാത്രി തന്നെ ചർച്ച ചെയ്യണം. നഫീസമ്മ പോയിട്ട് ഒത്തിരി കാലമായി. ആ ഉസ്താദ് പറഞ്ഞത് അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിക്കാണോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന്. മകളും പറഞ്ഞു അത് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അതൊന്ന് ചർച്ച ചെയ്യണം. ഇതുപോലെ കൊണ്ടുവന്ന ഒരാളിനെ ഇരുത്തിയിട്ട് നവോത്ഥാന പുരോഗമനവാദികളായി മറ്റു കുറേ പേരെ ഇരുത്തി ആടിച്ച് തകർക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതിനേക്കാൾ വലിയ ഗൗരവമായ വിഷയങ്ങൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചൊന്നും ഒരു വേവലാതിയുമില്ല. ഇതാണ് വിപണി മൂല്യമുള്ള ഏത് സംഗതി ഉണ്ടാക്കിയാലാണോ കൂടുതൽ വിൽക്കുന്നത്, നമ്മുടെ ഗ്രീഷ്മയുടെ ജ്യൂസ് പോലെ അത് ഒഴിച്ച് എല്ലാവരുടെയും വായിൽ ഒഴിച്ചു കൊടുക്കുന്ന പണിയാണ് മാധ്യമപ്രവർത്തനം. കഷ്ടം.